മാധ്യമപ്രവർത്തകൻ റൂബിൻ ലാലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പ്രസ് ഫോറം ചാലക്കുടി DFO ഓഫീസ് മാർച്ച് നടത്തി. പ്രസ് ഫോറവും വിവിധ സംഘടനകളും DFO ഓഫീസിലേക്കു നടത്തിയ മാർച്ചും ധർണയും സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. റൂബിൻ ലാലിനെതിരെ കഴിഞ്ഞ ദിവസമുണ്ടായ പോലീസ് അതിക്രമം ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. സ്വതന്ത്രമായി പത്രപ്രവർത്തനം നടത്തുന്ന മാധ്യമപ്രവർത്തകരെ കള്ളക്കേസെടുത്ത് ഇതുപോലെ നിഷ്ഠൂരമായി ഇവിടെ ഒരു കൊടും കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ പുലർച്ചെ 1 മണിക്ക് കുടുംബാംഗങ്ങളുടെ മുമ്പിൽ അവരെ നിന്ന് ബലമായി പിടിച്ച് വിവസ്ത്രനാക്കി ലോക്കപ്പിൽ അദ്ദേഹത്തിനെതിരെ കള്ളക്കേസെടുത്ത് നടപടി ഒരിക്കലും അംഗീകരിക്കാനായിട്ട് കഴിയില്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. മാധ്യമപ്രവർത്തകരെ വേട്ടയാടുന്ന നടപടികൾ അംഗീകരിക്കാനാകില്ലെന്നും മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനം നടത്താൻ സാഹചര്യം ഒരുക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിൽസൺ മേച്ചേരി അധ്യക്ഷത വഹിച്ചു. കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി മനോജ് കടമ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. പരിസ്ഥിതി പ്രവർത്തകരായ പ്രൊഫസർ കുസുമം ജോസഫ്, PK കിട്ടൻ, സുരേഷ് മുട്ടത്തി, കൊടകര പ്രസ് ക്ലബ് പ്രസിഡന്റ് TG അജോ കൊടകര, BJP സംസ്ഥാന സമിതി അംഗം KA സുരേഷ്, സജീവ് പള്ളത്ത്, മുകേഷ് തളിയത്ത്, അനിൽ കദളിക്കാടൻ, VM ടെൻസൺ, നഗരസഭാ കൗൺസിലർമാരായ VJ ജോജി, വത്സൻ ചമ്പക്കര, പ്രസ് ഫോറം രക്ഷാധികാരി ഷാലി മുരിങ്ങൂർ, സെക്രട്ടറി റോസ്മോൾ ഡോണി, മധു ചിറക്കൽ, ശ്രീദേവി കയമ്പത്ത്, NR സരിത, ആഷിൻ പോൾ, അനൂപ് പള്ളത്തേരി, അക്ഷര ഉണ്ണികൃഷ്ണൻ, KB ബിനേഷ്, സഞ്ജയൻ പറമ്പിക്കാട്ടിൽ, രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, ഡിനോ കൈനാടത്ത്, ജിനു മേച്ചേരി, വിപിൻ സാമ്പാളൂർ, കൃഷ്ണേന്ദു ശിവദാസ് എന്നിവർ പ്രസംഗിച്ചു. DFO ഓഫീസിന് മുൻപിൽ SHO MK സജീവന്റെ നേതൃത്വത്തിൽ പോലീസ് മാർച്ച് തടഞ്ഞു. ഒരു പരിക്കേറ്റ പന്നിയുടെ ഫോട്ടോ ഒരു മാധ്യമ പ്രവർത്തകൻ എടുത്തു എന്നുള്ള ഒറ്റ കാരണം, ആ കാരണത്തിന്റെ പേരിൽ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ആ മാധ്യമ പ്രവർത്തനോട് വളരെ നിന്ദ്യവും മോശവുമായ രീതിയിൽ പെരുമാറിയുണ്ടായി. റൂബിൻ ലാൽ ഒരു മാധ്യമ പ്രവർത്തകൻ മാത്രമല്ല, അദ്ദേഹം ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്, മനുഷ്യാവകാശ പ്രവർത്തകനാണ്. അദ്ദേഹം വർഷങ്ങളായി ഒരു പൊതുപ്രവർത്തകനാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഇത്തരത്തിൽ അങ്ങേയറ്റം അപമാനകരമായ രീതിയിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിലടച്ചത് ഏറ്റവും പ്രതിഷേധാർഹമായ കാര്യമാണ്. വകുപ്പും പോലീസും തമ്മിൽ എന്തോ അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ട് എന്ന്, അവർ തമ്മിലുള്ള ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് കൃത്യമായും സാമാന്യ ജനം സംശയിക്കുക തന്നെ ചെയ്യും. ഇത്തരം കടുത്ത നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തകരെ വേട്ടയാടുന്നതിനെതിരെ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല.